നമസ്കാരം കൂട്ടുകാരെ. ഒരു കോട്ടയം സ്റ്റൈലിൽ എങ്ങനെ പോർക്ക് നല്ലതായിട്ട് ഉലർത്തിയെടുക്കാമെന്ന് നോക്കാം. എപ്പോഴും വെള്ള മീറ്റ്, അതായത് കോഴി, പോർക്കൊക്കെയാണ് റെഡ് മീറ്റിനേക്കായി ഹെൽത്തി ആയിട്ടുള്ളത്. വെസ്റ്റേൺ നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 1 കിലോ പോർക്ക് മാക്സിമം ഫാറ്റ് കളഞ്ഞ് നല്ലതായിട്ട് വൃത്തിയായിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും ഇതുപോലെ തന്നെ ചെറുതായിട്ടരിഞ്ഞത് ചേർക്കുക. പിന്നെ 2 ഗ്രാമ്പൂ, 2 കറുവാപ്പട്ട, കുറച്ച് പെരുംജീരകം, ഇതെല്ലാം കൂടെ ചേർക്കുക. ആവശ്യത്തിന് ഉപ്പ്. ഇവിടെ ഞാൻ ഏകദേശം ഒരു 3/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. കൂടാതെ 1 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർക്കുക. അതിനു പുറകെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുക. എന്നിട്ട് ഇത് ഒരു 5 മിനിറ്റ് കൈവച്ച് നല്ലതായിട്ടൊന്ന് തിരുമ്മി ഇതിലേക്ക് പിടിക്കണം. 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർക്കുക. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർക്കുക. നല്ലതായിട്ടൊന്ന് ഇളക്കി ഏകദേശം 5 മിനിറ്റോളം ഇളക്കി ഈ മസാലകളെല്ലാം ഇതിലേക്ക് പിടിപ്പിക്കുക. അതിനുശേഷം 30 മിനിറ്റോളം ഇത് റെസ്റ്റ് ചെയ്തിട്ട് പ്രഷർ കുക്കറിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. തിരുമ്മിയതിന് ശേഷം ഇറച്ചി കുക്ക് ചെയ്യുന്നതുകൊണ്ട് സ്പൈസസ് എല്ലാം ഇതിലേക്ക് നല്ലതായിട്ട് പിടിച്ചിരിക്കും. പിന്നെ പ്രഷർ കുക്കറിൽ കുക്ക് ചെയ്യുന്നതിൻ്റെ ടൈം, എൻ്റെ പ്രഷർ കുക്കറിൽ 1 വിസിൽ വന്നതിന് ശേഷം പന്നിയിറച്ചി ഞാൻ 15 മിനിറ്റോളാണ് വെക്കുന്നത്. അത് ഓരോ പ്രഷർ കുക്കറിനെ ആശ്രയിച്ചിരിക്കും. ഫസ്റ്റ് വിസിൽ കഴിഞ്ഞിട്ട് 15 മിനിറ്റ് വെന്ത് കഴിയുമ്പം അത് ഓഫ് ചെയ്ത് വെക്കുക. ഒരു പാൻ ചൂടാക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 1/2 ടീസ്പൂൺ കടുകും കൂടെ ഇട്ട് കൊടുക്കുക. കടുക് നല്ലതായിട്ടൊന്ന് പൊട്ടി വരണം. ഈ രീതിയിൽ വെക്കുന്നതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കുരുമുളകാണ്. കുറച്ചുകൂടെ കറിവേപ്പിലയും കൂടെ ചേർക്കുക. പിന്നെ ചെറുതായിട്ടരിഞ്ഞ 1 സവോള ഇതുപോലെ ഇതിലേക്ക് ചേർക്കുക. ഇതാ പെരണ്ടു വരുമ്പോഴത്തേക്ക് ഒരു കൊഴുപ്പ് തരാനായിട്ടാണ് ഇതുപോലെ ചെറുതായിട്ടരിഞ്ഞ് ചേർക്കുന്നത്. ഇത് നല്ലതായിട്ടൊന്ന് വഴന്ന് ഒരു ബ്രൗൺ കളറായിട്ട് വരണം. ഏകദേശം ഒരു 10 മിനിറ്റ് ഇതിന് വേണം. ഇതിപ്പോൾ ഒരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ പ്രഷർ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന പോർക്കിൻ്റെ ഇറച്ചിയും കൂടെ ചേർക്കുക. ഇനി ഒരു മീഡിയം ഹീറ്റിലിട്ടിട്ട് നല്ലതായിട്ട് വഴറ്റി ഒരു 15 മിനിറ്റോളം എടുക്കും ഇത് നല്ലതായിട്ട് വഴന്നു വരാനായിട്ട്. ഇതിലുള്ള വെള്ളമയം മുഴുവൻ പറ്റണം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. എരിവ് നല്ലതായിട്ട് വേണ്ടവർക്ക് ഈ 1 ടേബിൾ സ്പൂണിന് പകരമായിട്ട് 3 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുക. ഞാനൊരു മീഡിയം എരിവാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇത് വീണ്ടും നല്ലതായിട്ട് ഇളക്കുക. മീഡിയം ഹീറ്റിൽ നിന്ന് ഒരു ലോ ഹീറ്റിലേക്ക് മാറ്റുക. ലോ ഹീറ്റിലേക്ക് മാറ്റിയിട്ട് വീണ്ടും ഒരു ചെറിയ തീയിൽ ഇത് കടന്ന് വഴന്നു വരണം. 1 ടീസ്പൂൺ ഗരം മസാലയുടെ പൊടിയും കൂടെ ചേർക്കുക. വീണ്ടും നല്ലതായിട്ട് ഇളക്കുക. പരമ്പരാഗത രീതിയിൽ പോർക്ക് ഉലർത്തിയിരുന്നത് ഉരുളിയിൽ വിറകടുപ്പിൽ ഉരുളി ചൂടാക്കി വെളിച്ചെണ്ണ അതിലേക്കൊഴിച്ച് ഈ ഇറച്ചി ഇതുപോലെ ഇട്ട് വരട്ടി ഒരു കറുത്ത കളറ് ആകുമായിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ഒരു ലൈക്ക് തരാൻ മറക്കരുതേ കൂട്ടുകാരെ. ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്, ഷൈന തോമസ്. അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ നിങ്ങളുടെ അരികിലേക്ക് വരുന്നതായിരിക്കും. താങ്ക് യു.